Hi everyone, welcome to my channel. We have been discussing about the Unit 4 Spend Carefully. കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞു പലതരത്തിലുള്ള ചിലവുകൾ ഉണ്ട്. പ്രതീക്ഷിത ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളും. എക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. ഭക്ഷണ ചിലവ്, വായ്പാ തിരിച്ചടവ്, വസ്ത്രം വാങ്ങാനുള്ള ചിലവ്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം എന്തിൽ വരുന്നു? പ്രതീക്ഷിത ചിലവുകളിൽ വരുന്നു. ദെൻ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് ആർ ആക്സിഡൻറ്റ്സ്, natural calamities, diseases, etc. are included in the unexpected expenses. പ്രതീക്ഷിക്കാതെ വരുന്ന ഇത്തരം ചിലവുകൾക്കായി നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നാം മാറ്റിവെക്കണം. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും. ഇക്കണോമിക് ക്രൈസിസ്. നാം ഇപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ഇക്കണോമിക് ക്രൈസിസ്. അതെന്തുകൊണ്ടാണ് ആ ഒരു ക്രൈസിസ് നമ്മൾ നേരിടേണ്ടി വരുന്നത്? യെസ്, എക്സ്പെൻസസ് എക്സീഡിങ് ഇൻകം. ഇൻകത്തേക്കാൾ കൂടുതൽ എക്സ്പെൻസ്, ചിലവ് വരുമ്പോൾ നാം തീർച്ചയായും ഇറ്റ് വിൽ ലീഡ് ടു ഇക്കണോമിക് ക്രൈസിസ്. ഇക്കണോമിക് ക്രൈസിസിലേക്ക് അത് കൊണ്ടുപോകും. കുടുംബത്തിലും അതുപോലെ തന്നെയാണ്. നമ്മളൊരു നിശ്ചിത വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കുടുംബത്തിൽ ഒരു മാസം ഇത്ര ചിലവുണ്ട്, അതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു അപ്രതീക്ഷിത ചിലവ് കയറി വന്നാൽ എന്താവും? ആ കുടുംബം ഇക്കണോമിക് ക്രൈസിസ് നേരിടേണ്ടതായി വരുന്നു. അപ്പോൾ വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്നത് കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. എന്നാൽ ചിലവ് വരുമാനത്തേക്കാൾ കുറവാണെങ്കിലോ നമുക്കത് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ചിലവ് വരുമാനത്തേക്കാൾ കുറവാകുമ്പോൾ നാം സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ നാം മിച്ചം വയ്ക്കുന്ന തുക കുടുംബത്തിൻ്റെ സമ്പാദ്യമായി മാറും, സേവിങ്സായി മാറുന്നു. When expenses are less than income, there will be surplus. This surplus is the saving of a family. Saving plays a vital role in economic security. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് സമ്പാദ്യം അല്ലെങ്കിൽ സേവിങ്സ്. Now let's see what is economic security. സാമ്പത്തിക സുരക്ഷിതത്വം എന്താണ് എന്ന് നോക്കാം. ഇക്കണോമിക് സെക്യൂരിറ്റി മീൻസ് മെയിൻറ്റെയിനിങ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ദ എബിലിറ്റി ടു മീറ്റ് എക്സ്പെൻസസ് ലൈക്ലി ടു ഇൻക്വയർ ഇൻ ഫ്യൂച്ചർ. സാമ്പത്തിക സുരക്ഷിതത്വം എന്നാൽ മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിലേക്കുണ്ടാകുന്ന ചിലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ് സാമ്പത്തിക സുരക്ഷിതത്വം. കുടുംബ വരുമാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക വഴിയാണ് നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. വി ക്യാൻ അറ്റൈൻ ഇക്കണോമിക് സെക്യൂരിറ്റി ത്രൂ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ഫാമിലി ഇൻകം. ഹിയർ ആർ ഗിവൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് 3 families. Family 1, income 5,000, expenditure 7,000. Family 2, income 10,000, expenditure 10,000. Family 3, income 30,000 and expenditure 25,000. Let's examine the income and expenditure of 3 families. Family 1, income is 5,000 and expenditure is 7,000. 5,000 രൂപ മാസവരുമാനവും 7,000 രൂപ മാസ ചെലവുമാണ് ഫാമിലി 1-ൽ. ഫാമിലി 1-ൽ വരുമാനം കുറവും ചിലവ് കൂടുതലുമാണ്. ഇൻകം ലെസ് ദാൻ എക്സ്പെൻസസ്. ദെൻ ഫാമിലി 2, അവിടെ വരുമാനവും ചിലവും ഈക്വലാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ, 10,000. Family 3, income is 30,000 and expenditure is 25,000. അവിടെ വരുമാനം കൂടുതലും ചിലവ് കുറവുമാണ്. ഇൻകം മോർ ദാൻ എക്സ്പെൻസസ്. 30,000 വരുമാനവും 25,000 ചിലവും. There will be surplus.
അവിടെ 5,000 റുപ്പീസ് അവിടെ സർപ്ലസ് ആ കുടുംബത്തിന് ഉണ്ടാകുന്നു. സോ ദർ ഈസ് ഇക്കണോമിക് സെക്യൂരിറ്റി. അവിടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാണ്. ദ വേൾഡ് ഹാസ് ഇനഫ് ഫോർ എവറി വൺസ് നീഡ് ബട്ട് നോട്ട് ഇനഫ് ഫോർ എവറി വൺസ് ഗ്രീഡ് ബൈ ഗാന്ധിജി. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും. ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇത്. ഇന്ന് നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. Nowadays, several products are available in the market. There are advertisements. അതുപോലെ തന്നെ പരസ്യങ്ങളും ധാരാളമായി ഉണ്ട്. We are influenced by lot of advertisements. ധാരാളം പരസ്യങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. നാം അറിയാതെ തന്നെ ആ പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ വരെ നമ്മെ പ്രേരിപ്പിക്കുന്നു. Without the influence of advertisements, we should have the sense to buy good quality essential products. പരസ്യങ്ങളുടെ പിന്തുണയില്ലാതെ തന്നെ, സ്വാധീനമില്ലാതെ തന്നെ വളരെ വിവേകപൂർവ്വം ഗുണമേന്മയുള്ള ആവശ്യ വസ്തുക്കൾ വാങ്ങുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് മിതവ്യയ ശീലം. Thrift is the habit of spending our income effectively to meet our desired requirements. മിതവ്യയ ശീലം സാമ്പത്തിക സുരക്ഷിതത്വത്തിന് സഹായിക്കും. Thrift helps to ensure economic security and also it should be a part of our lifestyle. മിതവ്യയ ശീലം ജീവിത രീതിയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ഈസ് എസെൻഷ്യൽ ഫോർ ത്രിഫ്റ്റ്. അതുപോലെ തന്നെ ലളിതമായ ജീവിതവും മിതവ്യയ ശീലത്തിന് അനിവാര്യമാണ്. ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഷുഡ് പ്രാക്ടീസ് ത്രിഫ്റ്റ്. മിതവ്യയ ശീലം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പ്രാക്ടീസ് ചെയ്യണം. ആസ് എ സ്റ്റുഡൻറ്റ്, വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ത്രിഫ്റ്റ്? കുട്ടികൾ എന്ന നിലയിൽ മിതവ്യയ ശീലത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ഫസ്റ്റ്, വി ക്യാൻ അവോയ്ഡ് ലക്ഷറി ഗുഡ്സ്. ആഡംബര വസ്തുക്കൾ ഉപേക്ഷിക്കാം. ദെൻ വി ക്യാൻ പ്രൊഡ്യൂസ് ഫുഡ് ഗ്രെയിൻസ് അറ്റ് ഹോം. വി ക്യാൻ കൾട്ടിവേറ്റ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അറ്റ് home. Then to avoid use and throw. See the income and expenditure of a family for a month. ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ വരവ് ചെലവ് കണക്ക് ശ്രദ്ധിക്കുക. The total income of this family is 21,000 and expenditure is 23,400. Is there economic security in that family? ഇവിടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടോ? No, because the income is less than expenditure. ഇൻകം കുറവാണ്, എക്സ്പെൻഡിച്ചറിനേക്കാളും കുറവാണ് ഇൻകം. സോ ദർ ഇസ് നോ ഇക്കണോമിക് സെക്യൂരിറ്റി. ചെലവ് കൂടുതലായതുകൊണ്ട് അവിടെ സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ല. ഇതുപോലെ വരവ് ചെലവുകൾ നിങ്ങളുടെ കുടുംബത്തിലും എഴുതി സൂക്ഷിക്കാറുണ്ടോ? എല്ലാ കുടുംബങ്ങളും ഇതുപോലെ എഴുതി സൂക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ കുടുംബത്തിൻ്റെ വരുമാനവും പ്രതീക്ഷിക്കുന്ന ചിലവുകളും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിതത്തിന് സഹായകമാകും. ദേ ക്യാൻ എൻഷുർ ബെറ്റർ ലൈഫ് ഇഫ് ദേ ആൻറ്റിസിപ്പേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. വരുമാനവും ചിലവും മുൻകൂട്ടി കാണാൻ സാധിച്ചാൽ ആ കുടുംബത്തിന് നല്ല ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന് സഹായകമാകും. ഇങ്ങനെ മുൻകൂട്ടി വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുവാൻ കഴിഞ്ഞാൽ അതിനെയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. കീപ്പിംഗ് റെക്കോർഡ്സ് ഓൺ ദി എസ്റ്റിമേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് എ ഫാമിലി ക്യാൻ ബി കോൾഡ് എ ഫാമിലി ബഡ്ജറ്റ്. ദർ ആർ സോ മെനി ബെനിഫിറ്റ്സ് ഓഫ് പ്രിപ്പയറിംഗ് എ ഫാമിലി ബഡ്ജറ്റ്. കുടുംബ ബജറ്റ് തയ്യാറാക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങൾ ഉണ്ട്. ലെറ്റ്സ് എക്സാമിൻ. വരവിനനുസരിച്ച് ചെലവ് ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു.
കോർഡിനേറ്റ് എക്സ്പെൻസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻകം. മുൻഗണന നിശ്ചയിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി പ്രയോറിറ്റൈസ്ഡ് ആൻഡ് മെറ്റ് വിത്ത് അക്കോർഡിംഗ്ലി. സമ്പാദ്യശീലം, മിതവ്യയശീലം എന്നിവയുടെ ആവശ്യകത തിരിച്ചറിയാൻ സാധിക്കും. ദ നീഡ് ഫോർ ത്രിഫ്റ്റ് ആൻഡ് സേവിങ് ക്യാൻ ബി റിയലൈസ്ഡ്. എന്നാൽ എല്ലാ കുടുംബങ്ങളുടെയും ചിലവുകൾ ഒരുപോലെയല്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ഫാമിലീസ് ആർ നോട്ട് ദ സെയിം. ഫാമിലി ബഡ്ജറ്റ്സ് ഡിപ്പെൻഡ് ഓൺ വേരിയേഷൻ ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് ഈച്ച് ഫാമിലി. കുടുംബ ബജറ്റുകൾ വ്യത്യസ്തമാകുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ്? കുടുംബങ്ങളുടെ വരുമാനത്തിലും ചെലവിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. നമുക്ക് ചുറ്റും കാണുന്നവരിൽ വരുമാനം കൂടുതലുള്ളവരും കുറച്ചുള്ളവരും ഉണ്ട്. ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരത്തിന് വഴിതെളിക്കുന്നു. കുടുംബ ബജറ്റ് എന്നതുപോലെ നമുക്ക് ചുറ്റുമുള്ള സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ബജറ്റുണ്ട്. Just like family budget, every organization or institution around us to have budgets. Likewise, activity budgets can also be prepared. അതുപോലെ ചിലപ്പോൾ പ്രവർത്തന ബജറ്റുകളും തയ്യാറാക്കാറുണ്ട്. എന്താണ് പ്രവർത്തന ബജറ്റ്? ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണ് പ്രവർത്തന ബജറ്റ്. A budget prepared for a particular activity or a program is called an activity budget. A budget prepared for your study tour is an example of an activity budget. ഇത് പഠനയാത്രയ്ക്കായി തയ്യാറാക്കുന്ന ബജറ്റ് ഒരു പ്രവർത്തന ബജറ്റിന് ഉദാഹരണമാണ്. By using this format, we can prepare budget for a one-day study tour. ഇവിടെ തന്നിരിക്കുന്ന മാതൃക ഉപയോഗപ്പെടുത്തി ഏകദിന പഠനയാത്രയുടെ ബഡ്ജറ്റ് തയ്യാറാക്കാം. വരവ് ഇനത്തിൽ നമുക്ക് കുട്ടികളുടെ സംഭാവന കൊടുക്കാം, PTA സംഭാവന കൊടുക്കാം, സർക്കാർ ഗ്രാൻറ്റ്, നമുക്ക് കിട്ടുന്നതെല്ലാം വരവ് ഇനത്തിലേക്ക് കൊടുക്കാം. ചെലവ് ഇനത്തിൽ വരുമ്പോൾ വാഹനത്തിൻ്റെ വാടക, ഭക്ഷണ ചെലവ്, വിവിധ പ്രവേശന ടിക്കറ്റുകൾക്കുള്ള ചിലവ്, മറ്റ് ചിലവുകൾ. ദെൻ ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ചെയ്ത് കഴിയുമ്പം നമുക്ക് വരവ് ഇനത്തിൽ എത്രയാണ് കിട്ടിയത്, ചെലവ് ഇനത്തിൽ എത്രയാണ് വരുന്നത് എന്ന് നമുക്ക് കാണാം. ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാസ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ചിലവുകളാണ് നാം കണക്ക് കൂട്ടുന്നത്. എന്നാൽ പ്രവർത്തന ബജറ്റ്, ആക്ടിവിറ്റി ബജറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് എത്ര രൂപയോളം അല്ലെങ്കിൽ എത്രത്തോളം ചിലവ് അതിന് നേരിടേണ്ടി വരും എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ച് നാം പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രവർത്തന ബജറ്റ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇവയെല്ലാം ബജറ്റ് തയ്യാറാക്കുന്നത്. Local self-government bodies such as panchayat, municipalities and corporations have budgets. ഇവയ്ക്കെല്ലാം ബഡ്ജറ്റ് ഉണ്ട്. There are budgets for the central and state governments. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എന്തുണ്ട്? ബജറ്റുകൾ ഉണ്ട്. നമുക്കറിയാം അല്ലേ, വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. അവർ എങ്ങനെയാണ് കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും ഒക്കെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? അവർ ചിലവുകൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തി ബജറ്റിലൂടെ അവതരിപ്പിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. The central and state governments present the expected expenditure in the budget by calculating the anticipatory expenses and identifying sources of revenue to meet with. In India, financial year is the period from 1st April to 31st March. സാധാരണ നിലയിൽ സർക്കാർ വാർഷിക ബജറ്റുകളാണ് അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആയി കണക്കാക്കുന്നത്. അതായത് ഇക്കണോമിക്
ഇയർ. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതും സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതും ഒരു വർഷത്തെ കാലാവധിക്ക് ആണ്. സോ വി ക്യാൻ കൺക്ലൂഡ് സോഴ്സസ് ഓഫ് ഇൻകം ആർ ഡിവേഴ്സ്. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമാണ്. റിക്വയർമെൻറ്റ്സ് ഓഫ് ഫാമിലീസ് ആർ മെറ്റ് വിത്ത് ഇൻകം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരുമാനം കൊണ്ടാണ്. കൺട്രോളിംഗ് എക്സ്പെൻസസ് ഹെൽപ്സ് ഇക്കണോമിക് സെക്യൂരിറ്റി. ചിലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് സഹായകമാണ്. ത്രിഫ്റ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ ഇക്കണോമിക് സെക്യൂരിറ്റി. മിതവ്യയശീലം സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഗുണകരമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ഫാമിലീസ് ആർ നോട്ട് സെയിം. എല്ലാ കുടുംബങ്ങളിലെയും വരവ് ചെലവുകൾ ഒരുപോലെയല്ല. കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തിക അന്തരം നിലനിൽക്കുന്നു. There exists economic disparity among families. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ് present budget. This much for today. Thank you. Subscribe and share.